ആയിട്ട് നമ്മൾ ഇന്നത്തെ സാധനം എന്ന് പറയുന്നത് മുരുവാണ്. അതായത് മുരു ഈ പാറമെന്ന് പറിക്കുന്നതാണ് ശരിക്കും ഭയങ്കര ടേസ്റ്റ് ഉള്ള മുരു എന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ മറിച്ചില്ലേനുല്ലമ്മ ഒരു അര ബക്കറ്റോളൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. മുരു ഇറച്ചി എവിടെ കണ്ടാലും വിടണ്ട, വേഗം പോയി മേടിച്ചോണ്ടു. ഇത് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുരു ഉണ്ടാക്കുന്ന വീഡിയോ ആണ്, കുക്കിംഗ് വീഡിയോ ആണ്. അതെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ടൈം ഷോർട്ട് വീഡിയോയിൽ മുരുവിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർക്ക് അറിയില്ല എന്താണ് മുരു എന്ന്. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞ അത് കല്ലുമ്മക്കായി ആണ്, കക്കർച്ചിയാണ്, പിന്നെന്താ പറയാ എരുന്താണ് എന്നൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, മുരു എന്ന് പറഞ്ഞാല് ഇതാ ഈ പാറമെന്നൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അതായത് അതിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച്, ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പറിച്ചിട്ടുണ്ട്. പിന്നെ തികയാത്തതുകൊണ്ട് കുറച്ച് പുഴയിന്ന് വളർത്തുന്നത് നമ്മൾ വാങ്ങിയതുണ്ട്. ഓക്കെ, എത്രയ്ക്ക് 40 പീസിന് 150 രൂപ അങ്ങനെ എന്തോ ആണ്. അതിനകത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഈയിടെയായിട്ട് ഫുഡ് ഇത് മാത്രമാണ് കണ്ടന്റ്. അയ്യോ ലാവിഷ്. ഓക്കെ, അപ്പോൾ നമ്മള് ഇന്ന് മുരു ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ച് നമ്മൾ എരുന്ത് ചെറിയ ഇതില്ലേ കല്ലുമ്മക്കായില്ലേ, എരുന്തല്ല കല്ലുമ്മക്കായി കുറച്ച് ചെറുത്ത് ഇവിടുന്ന് നമ്മൾ പിടിച്ചിട്ടുണ്ട്. വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി പിടിച്ചാണ്. കൈയൊക്കെ മുറിയായി തീരുമാനമായി. പക്ഷെ ഇവിടുന്ന് ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗ്ലൗസ് കിട്ടിയിരുന്നു ഞങ്ങൾക്ക്. അപ്പം നമുക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു പറിക്കാൻ. പക്ഷെ അത് കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ സാധനം എന്ന് പറയുന്നത് മുരുവാണ്. അതായത് മുരു ഈ പാറമെന്ന് പറിക്കുന്നതാണ് ശരിക്കും ഭയങ്കര ടേസ്റ്റ് ഉള്ള മുരു എന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത് കേട്ടോ. അത് നമ്മൾ വാങ്ങിയത് ശരിക്കും പുഴയിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ ഇവിടുന്ന് പറിച്ചത് ഒറിജിനൽ ഇല്ലേ, ഒറിജിനൽ മീൻസ് ഈ പാറമ്മ കിട്ടാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ഹാർഡാണ്. നമ്മളെങ്ങനെയൊക്കെ കുത്തിയെടുത്തതാണ്. അതെ, കരയിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് കളിച്ചവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല, ഇറങ്ങി പറിക്കണവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ശിവ എന്റെ മമ്മിനോട് അടങ്ങി നിൽക്കാൻ പറഞ്ഞോ. ഒരു കുഴപ്പമില്ല, പക്ഷെ എന്റെ അണ്ടർവെയർ വരെ ഫുള്ള് വെള്ളത്തിൽ പോയി. അതായത് നമ്മൾ പറിക്കുന്നതിനിടയിൽ വേലിയേറ്റം വന്നു. അതായത് ഇപ്പൊ പാറിന്റെ മേലൊക്കെ വെള്ളമായി. നമ്മൾ വന്ന സമയത്ത് പാറിന്റെ അവിടെ ഒന്നും വെള്ളമില്ലേ. വെള്ളം കുറച്ചും കൂടി അടിയിട്ട് ഇറങ്ങും. ഒരു 7 മണി കഴിഞ്ഞ് ഇനി ഇറങ്ങി പോകുന്ന പറഞ്ഞു. പക്ഷെ അപ്പൊ ഇരുട്ടാവൂലേ, നമുക്ക് അതിന് ടൈമില്ല. സോ നമ്മൾ പിന്നെ ഒരിക്കൽ വരുന്നതായിരിക്കും. സോ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മളെ ഇന്നത്തെ കണ്ടന്റ് കേട്ടോ. ഓക്കെ, യെസ്. ഇന്ന് കുറച്ച് ഓവറാണല്ലേ, എന്ത് പറ്റി? അതെങ്ങനെയാണ് ഞങ്ങൾക്ക് ജിബുവിന് ഓരോരുത്തരും ഇങ്ങനെ ഹെയർ ബാൻഡും സോക്സ് ഒക്കെ അയച്ചു തരുന്നുണ്ട്. ഏത് ഡ്രസ്സ് ഇട്ടാലും അതിന് മാച്ച് ആയിട്ടുള്ള ഹെയർ ബാൻഡും സോക്സ് ഒക്കെ അവളെ അടുത്തുണ്ടാവും കേട്ടോ. ഇവിടെ കുറെ ആൾക്കാർ ചോദിക്കല് നിങ്ങൾക്ക് എവിടുന്നാണ് ഇത് വാങ്ങാൻ കിട്ടലെന്ന്. വെൽക്കം വാഗനാണ്. പിന്നെ കുറെ നമുക്ക് കൊളാബായിട്ട് അയച്ചു തരുന്നവരുണ്ട്, ഒരുപാട് ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചു തരുന്നവരുണ്ട്. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മുടെ മുരുവർച്ചി ഇമ്മ മസാല ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റൂല. ഇതെന്താ ചെയ്യാ? വെള്ളം ഇറങ്ങും കേട്ടോ. സോ നമ്മള് അതിനുള്ള മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെന്തൊക്കെ കിട്ടുമ്പോ ഇത് ചെറിയ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഇത്ര ഇട്ടിട്ട് നമ്മൾ കറിവേപ്പിന്റെ ഇല ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളത് വഴറ്റും. എന്നിട്ട് നമ്മുടെ മസാലയിൽ ഇട്ട് വെച്ച ഈ മുരു ഇതിലേക്ക് അങ്ങോട്ട് ചെയ്യും. ഓക്കെ, ഇതിന്റെ ടേസ്റ്റിന്റെ റിവ്യൂ ജുബിയാണ് കേട്ടോ പറയാ. ജബാബ് ജുബി അല്ല, ജുബിയാണ് പറയാ. നിങ്ങളെ മോൾക്ക് എന്താ ഉണ്ടാക്കാൻ അറിയാന് അറിയോ? തിന്നാനറിയാം, അതന്നെ. അപ്പൊ ശരി ഗൈസ്, ഇത് ഉണ്ടാക്കട്ടെ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. കുട്ടിയുള്ളതുകൊണ്ട് പണി നിർത്താൻ വൈകി. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ മറിച്ചില്ലേനുല്ലമ്മ പണിയെടുത്തിട്ട് നോക്കി ഇങ്ങനെ നിക്കണം. നാളെ നിങ്ങളെ മോളിനോട് വിളിച്ചോണ്ട് അടുക്കളയിൽ കുറഞ്ഞ് ചോദിക്കണേ ഈ ഗ്യാസ് എങ്ങനെ ഓണാക്കാൻ, അതുപോലും അറിയില്ല. എന്തായാലും ഇത് പണി കഴിയട്ടെ, എന്നിട്ട് നമ്മളെ മുരുവർച്ചി നമ്മൾ തിന്നിട്ട് കാണിച്ചു തരാം കേട്ടാ. ആയിക്കോട്ടെ. അപ്പൊ ഗൈസ്, ഇപ്പുറത്ത് നമ്മളെന്നെ പിടിച്ച നമ്മുടെ
ഇതിന്റെ പേര് ഞങ്ങൾ തന്നെ പറിച്ച കല്ലുമ്മക്കായി കേട്ടോ, കടുക്ക. ഓക്കെ, അത് ഇവിടെ വേറൊരു സൈഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തല്ല, ഇത് ഓപ്പൺ ആയി വന്നാലല്ലേ നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ഇറച്ചി ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഇറക്ക മീൻസ് അതായത് തോലുരിക്കുക. അതിന്റെ കയമ്പ് എടുക്കുക. എനിക്കതറിയില്ല, എനിക്ക് കയമ്പ് തിന്നാൻ മാത്രമേ അറിയുള്ളൂ. എന്റെ പേര് തന്നെ ഞാനും. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ വേറൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പിടിക്കാൻ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് അതിന്റെ കൈയൊക്കെ മുറിഞ്ഞിരുന്ന, കൈന്റെ സൈഡൊക്കെ മുറിഞ്ഞിനി, അവിടെ കാണില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങള് ഗ്ലൗസ് ഒക്കെ ഇട്ടീനി, അപ്പൊ പിന്നെ ചിലപ്പോൾ കുറച്ച് മുറിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതും നമ്മൾ തിന്നുന്നത് കാണിക്കുന്നതായിരിക്കും. ഈയിടെയായിട്ട് തീറ്റ കാണിക്കല് മാത്രമേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. അപ്പൊ ഗൈസ് നമ്മള് പൊളിക്കല് തുടങ്ങി. ഓക്കെ, എല്ലാരും കൂടി ചേർന്ന് പൊളിച്ചോണ്ടിരിക്കുക കേട്ടോ. വലിയ ഇറച്ചി വലിയ സൈസിൽ, കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ വാങ്ങിയതല്ല, ഇത് നമ്മള് കൈകൊണ്ട് പിടിച്ചതാണ്, തുറന്നതാണ്, പറിച്ചതാണ്. ഒരു 1/2 ബക്കറ്റോളൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇത് ഫ്രൈ ആക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൾമോസ്റ്റ് ഇത് പറിച്ച് തീരാനായി. പിന്നെ നമ്മുടെ മുരുത ഈ കോലത്തിലായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒരു 1/2 മണിക്കൂർ വെച്ചാ പറയുമ്പോ ഇങ്ങനെ 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ മുരു ഇറച്ചി റെഡി ആവും കേട്ടോ. ഗൈസ്, നമ്മളെ കല്ലുമ്മക്കായ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇത് പിന്നെ കഴിക്കുന്ന റിവ്യൂ പ്രത്യേകിച്ച് കാണിക്കില്ല, കാരണം നിങ്ങളൊക്കെ കല്ലുമ്മക്കായ കഴിച്ചിട്ടുണ്ടാവും. ഇതിൽ വെറൈറ്റി പീസായിട്ട് നിൽക്കുന്നത് മുരു ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ജുബിന്റെ ഉമ്മ പോലും ഇതിനു മുമ്പ് മുരു ഇറച്ചി കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് ഉമ്മ വാങ്ങി ട്രൈ ചെയ്യാണ്. എന്തായാലും നമുക്ക് മുരിറച്ചിന്റെ റിവ്യൂ നോക്കാം. കല്ലുമ്മക്കായ് ഫ്രൈ പിന്നെ ഒരുവിധം ആൾക്കാർ കഴിക്കുന്നതാണ്, സോ അത് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, ഇതിങ്ങനെ ഫ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, നമ്മളെ ചൂടേറും മുരുഇറച്ചി റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്ന ചെറിയ ചെറിയ പീസില്ലേ, അതന്നെയാണ് മുരുട്ടാ. ഓക്കെ, ഇത് നമ്മൾ കൂട്ടി കഴിക്കാൻ പോകുന്നത് വിത്ത് പൊറോട്ടയാണ്. ചോറിന്റെ കൂടെ കഴിക്കാനും ബെസ്റ്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിന്റെ ഗ്രേവി ഒരു രക്ഷയില്ല. ഫസ്റ്റ് ജുബി ട്രൈ ചെയ്യും, പിന്നെ ജുബിന്റെ ഉമ്മ ട്രൈ ചെയ്യും. ഉമ്മ കുക്ക് ചെയ്യേണ്ട ഇടയിൽ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കീന്. ഉമ്മക്ക് വലിയൊരു അഭിപ്രായം ഇല്ല എന്നാണ് ഉമ്മ പറയണത്. ഉമ്മ ഇതുവരെ കഴിച്ചിട്ടില്ല സാധനം. ഓക്കെ, എന്തായാലും ഇരിക്കി. അതിന്റെ ഇടയിൽ ഒരു കൗണ്ടർ വന്ന കേട്ടെങ്കില് അപ്പൊ ഞാൻ എന്റെ മടി കുത്തിറക്കാനാണ് ഉമ്മ. ഓക്കെ, ഫസ്റ്റ് ജുബി ഉമ്മ കൊടുത്തോ, ഉമ്മ എന്നെ പറട്ടെ റിവ്യൂ കൊടുക്കേ. പൊറാട്ടല്ലോടോ, മെയിനായിട്ട് മുരുഇറച്ചി കൂട്ടിപ്പിടി. എന്റെ ജീവന്റെ നിൽക്കുന്ന ചാടുന്നുണ്ട്. എങ്ങനെയുണ്ട് മാ? അത് ഇത് വായിലെത്തിയത് ടേസ്റ്റ് ഒക്കെ അറിഞ്ഞിട്ട് വരിങ്ങള്. രസമില്ല? എനിക്കെല്ലാം ഇഷ്ടമായിട്ടോ. അതിന്റെ ഇടയിൽ റെസിപ്പി ഞാൻ വെച്ച എന്തായാലും രസം ഉണ്ടാവും കേട്ടോ. ഇല്ലേ, നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഞാനിപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കി, മാരൊക്കെ ടേസ്റ്റ് ആണ്. സോ മുരുഇറച്ചി എവിടെ കണ്ടാലും വിടണ്ട, വേഗം പോയി മേടിച്ചോണ്ടു. ഇത് നമ്മൾ വാങ്ങിയ സ്പോട്ടിന്റെ പേരെന്തേലും അത്തോളിയാണ്. അത്തോളി റൂട്ടിലേക്ക് പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ തന്നെ ഉണ്ടാവും ഇത് വിൽക്കാൻ വെച്ചിട്ടില്ലേ. ഓക്കെ, കുറെ കാലമായിട്ട് ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ കൊണ്ട് ഉണ്ടാക്കണമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈം ഇതിനെ കുറിച്ച് അറിയേണ്ടത് പപ്പ പറഞ്ഞപ്പോഴാണ്. ഞാൻ ഇപ്പോൾ ഇതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പപ്പനെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. പപ്പ പ്രത്യേകം പറഞ്ഞു മുരിയിറച്ചി ഒരിക്കലും ഫ്രൈ ചെയ്യരുത്, അത് വെറും വെള്ളം പോലെ ആയി പോവും. സോ വെള്ളം ഇറങ്ങും. സോ ഇങ്ങനെ വറ്റിച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, മുരിയിറച്ചി മറക്കണ്ട. ടോപ്പിട്ടമ്മ ഞാനും വെക്കും. അതെ, കുട്ടിയുള്ളതുകൊണ്ടല്ലേ. അതെ, നിങ്ങളെ കൈപ്പുണ്യാണ് എനിക്കുള്ളത്. വീഡിയോ ഓഫ് ആക്കാൻ നാറ് ഓഫ് ആക്കല്ലേ. ഉണ്ടാക്കും. അപ്പൊ മടിയാണ്ടാണ് അല്ലേ? മടി. ശരിയാ, സ്വന്തം വീട്ടിലാരും പണി എടുക്കൂലല്ലോ. ഓക്കെ, രാജാവിന്റെ അരി വായണ്ടേ. അതെ. ബൈ.